പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊതുവെ കാണുന്ന ഒന്നാണ് മതത്തിൻ്റെ പേരിൽ അക്രമങ്ങൾ, കലാപങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട്. ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്ത് വളരെ പ്രത്യേകമായിട്ട് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ മതത്തിൻ്റെ പേരിൽ നിരവധിയായിട്ടുള്ള അക്രമങ്ങൾ അരങ്ങേറുന്നുണ്ട്. പേടിച്ചിട്ട് പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ അവയൊന്നും റിപ്പോർട്ട് ചെയ്യാറില്ല. അവയെക്കുറിച്ച് ചാനൽ ചർച്ചകൾക്ക് മാധ്യമങ്ങൾക്ക് ഭയമാണ്. ചിലർക്ക് മതം ഒരു കച്ചവടമാണ്, വേറെ ചിലർക്ക് മതം ശക്തി തെളിയിക്കുവാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് മാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ മത ചടങ്ങുകളൊക്കെ ശക്തി തെളിയിക്കുന്ന വേദിയായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പലരും പലവിധ മതവിശ്വാസികൾ മതത്തിൻ്റെ ആത്മീയത ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ മതത്തിൻ്റെ യഥാർത്ഥ ആത്മീയത അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആരും ദൈവത്തിൻ്റെ പേരിൽ യുദ്ധം ചെയ്യില്ലായിരുന്നു, ആരും ദൈവത്തിൻ്റെ പേരിൽ മറ്റൊരാളെ കൊല്ലില്ലായിരുന്നു. കാരണം മനുഷ്യൻ മതത്തേക്കാൾ പ്രധാനമാണ്. ഇന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുവാനായിട്ട് മറന്നു പോകുന്നതും ഈ ഒരു സത്യമാണ്. നല്ല മനുഷ്യരായി ജീവിക്കുവാനാണ് ഓരോ മതങ്ങളും ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട്. എല്ലാ മതങ്ങളുടെ അടിസ്ഥാന സത്തയും സ്വഭാവവും ഇതുതന്നെയാണ്: ദൈവ സ്നേഹവും സഹോദര സ്നേഹവും. എന്നാൽ മനുഷ്യനിന്ന് സഹോദര സ്നേഹം മറന്നുകൊണ്ട് ദൈവത്തിൻ്റെ പേരിൽ പരസ്പരം പോരാടുകയാണ്, കൊലയും കൊള്ളയും നടത്തുകയാണ്. ആളുകളെ സ്വന്തം മതത്തിൽ ചേർക്കുവാനായിട്ട് മറ്റു മതവിശ്വാസികളെ കൊല്ലുകയാണ്, സ്വർഗം ലഭിക്കുമെന്നുള്ള വിശ്വാസത്താൽ. ഒരു മതത്തിൻ്റെ നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതശൈലിയും ഭക്ഷണ രീതിയുമെല്ലാം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇന്ന് മനുഷ്യനായി ജീവിക്കുവാനായിട്ട് മറന്നു പോവുകയാണ്. മതത്തിൻ്റെ പേരിൽ യാതൊരു സഹിഷ്ണുത പുലർത്തുവാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കാലങ്ങൾക്ക് മുൻപേ 1892 സ്വാമി വിവേകാനന്ദൻ നടത്തിയ സന്ദർശന വേളയിൽ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അന്നിവിടെ സാമൂഹിക തിന്മകൾ, പ്രത്യേകിച്ച് കടുത്ത ജാതി വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ പരാമർശം പരുഷമായി തോന്നിയേക്കാം, പക്ഷെ അത് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിനും മാറ്റത്തിനും ഒരു ഉത്തേജകമായിട്ട് പ്രവർത്തിച്ചു. ആ മേഖല കൂടുതൽ സമൂഹത്തിലേക്ക് നയിച്ചു. ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മതത്തിൻ്റെ പേരിൽ ഇന്ന് ഇന്ത്യ ഒരു ഭ്രാന്താലയമായിട്ട് മാറിയിട്ടുണ്ടോ? വംശീയത മൂലം വർണ്ണവ്യവസ്ഥയുടെ പേരിൽ ലോകം ഒരു ഭ്രാന്താലയമായിട്ട് മാറുന്നുണ്ടോ? മതങ്ങൾ ഒരിക്കലും മതിലുകളായിട്ട് മാറേണ്ടതല്ല, മറിച്ച് പാലങ്ങളായിട്ട് മാറേണ്ടതാണ്. മനുഷ്യരെ നമ്മൾ വേണം അതിന് മുൻകൈ എടുക്കേണ്ടത്. വീണ്ടും ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നല്ല മനുഷ്യരായി ജീവിക്കുവാനാണ് ഓരോ മതങ്ങളും ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട്. കാരണം എല്ലാ മതങ്ങളുടെ അടിസ്ഥാന സത്തയും സ്വഭാവവും ഇതുതന്നെയാണ്. ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന സന്ദേശവും എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ടുള്ളൊരു മനസ്സാണ്, എല്ലാവരും സ്നേഹിക്കുവാനായിട്ടുള്ളൊരു ഹൃദയമാണ്. നല്ല സമരിയക്കാരൻ്റെ ഉപമയിലൂടെ ഈശോ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് കരുണ നിറഞ്ഞ വ്യക്തികളായിട്ട് മാറുവാനുള്ള ആഹ്വാനമാണ്. ബൈബിളിൽ യേശു ഏകദേശം 35 മുതൽ 40 വരെ ഉപമകൾ പറയുന്നുണ്ട്. അവയിൽ വളരെ ക്ലാസിക്കായിട്ടുള്ള ഉപമകളാണ് ധൂർത്തപുത്രൻ്റെ ഉപമയും നല്ല സമരിയക്കാരൻ്റെ ഉപമയും. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഉപമയാണ് ഈ നല്ല സമരിയക്കാരൻ്റെ ഉപമ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ 3ാമത്തെ ചാക്രിക ലേഖനമാണ് ഫ്രത്തൂലി തുത്തി. നാം സോദരർ, എൻ്റെ സഹോദരരെ, വിശ്വസാഹോദര്യത്തെക്കുറിച്ചാണ് ഈ ചാക്രിക ലേഖനം. നമ്മളിന്ന് വായിച്ചു കേട്ട നല്ല സമരിയക്കാരൻ്റെ ഉപമയാണ് ഇതിന് പശ്ചാത്തലമായിട്ട് പാപ്പ തിരഞ്ഞെടുത്തത്. അപരൻ അപരിചിതനല്ല, എൻ്റെ കൂടപ്പിറപ്പാണെന്ന ഉദ്ബോധനമാണ് ഈ ചാക്രിക ലേഖനം നൽകുന്നത്. തൻ്റെ മുന്നിൽ വരുന്ന സഹോദരനും സഹോദരിയും എൻ്റെ കുടുംബാംഗമാണെന്ന വിശ്വസാഹോദര്യത്തിൻ്റെ സന്ദേശം ലോകത്തെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാപ്പ നൽകുന്നത്. നല്ല സമരിയക്കാരൻ്റെ ദർശനം നമ്മളെല്ലാവരും സ്വായത്തമാക്കണമെന്ന്
പഠിപ്പിക്കുന്ന ഒരു നല്ല സന്ദേശം ഇത് ലോകത്തിന് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ കരുണയുടെ മുഖമായി മാറിക്കൊണ്ട് എല്ലാവരും ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു മനസ്സാണ്, വിശ്വ സാഹോദര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വചനം നമുക്ക് നൽകുന്നത്. അതായത് ഉപമയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന നല്ല സമരിയക്കാരനെ പോലെ നമ്മളും മറ്റൊരു സമരിയക്കാരനാകുവാനുള്ള ദൗത്യമാണ് ഈശോ ഇന്ന് ദിനം നമുക്ക് എല്ലാവർക്കും നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഉപമ ഈശോ പറയുവാനായിട്ടുള്ള ഒരു പശ്ചാത്തലം നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ച ചോദ്യമാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്ന ലൂക്ക 10:25. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ഈശോയെ കൊടുക്കുവാനായിട്ടാണ്, പരീക്ഷിക്കുവാനായിട്ടാണ് ഇപ്രകാരം ഈ നിയമജ്ഞൻ ചോദിക്കുന്നത്. തന്ത്രപരമായിട്ടുള്ള ഒരു ചോദ്യമാണത്. എന്നാൽ ഈശോ വളരെ സുന്ദരമായിട്ടുള്ള ഒരു മറുപടിയാണ് ആ നിയമജ്ഞന് നൽകുന്നത്. ആ നിയമജ്ഞനെ കൊണ്ട് തന്നെ ഈശോ മറുപടി പറയിപ്പിക്കുകയാണ്, ഉത്തരം പറയിപ്പിക്കുകയാണ്. ഈശോയുടെ ശൈലി അങ്ങനെയാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവ് അതിന് ഉത്തരം നൽകാതെ, മറുപടി നൽകാതെ ഒരു മറു ചോദ്യം ചോദിക്കുന്നു. അതുമല്ലെങ്കിൽ ചോദ്യകർത്താവിനെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുന്നു. യേശുവിൻ്റെ ശൈലി അതായിരുന്നു. ഇവിടെയും കാണുവാൻ സാധിക്കുക കർത്താവിൻ്റെ ആ ശൈലിയാണ്. ഈ ഉപമയിൽ നമ്മൾ 3 വ്യക്തികളെ കണ്ടുമുട്ടുന്നുണ്ട്: പുരോഹിതനും, ലേവായനും, സമറിയക്കാരനും. പുരോഹിതനും ലേവായനും യഹൂദ സമൂഹത്തിൽ ഒത്തിരിയധികം ബഹുമാനം ലഭിച്ചിരുന്നവരായിരുന്നു. കാരണം പുരോഹിതൻ ദൈവജനത്തിന് വേണ്ടി ബലിയർപ്പിച്ചിരുന്നവനാണ്. അതുപോലെ തന്നെ ലേവായനാകട്ടെ ഒരു നിയമജ്ഞനാണ്. ബലിയർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണം ചെയ്തിരുന്നത് ലേവായൻ ആണ്. ലേവായൻ ഒരു ശുശ്രൂഷകനാണ്. അവന് നിയമങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. എന്നാൽ ഈ പുരോഹിതനും ലേവായനും മുറിവേറ്റ ആ വ്യക്തിയെ കണ്ടില്ല എന്ന് നടിച്ച് മറുഭാഗത്തുകൂടി കടന്നു പോവുകയാണ്. എന്നാൽ സമറിയക്കാരൻ ചെയ്യുന്നത് നമ്മൾ വചനത്തിൽ ഇപ്രകാരം വായിച്ച് കേൾക്കുന്നു. ലൂക്ക 10:33 മുതൽ 35 വരെയുള്ള വചനത്തിൽ, എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീനുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ധനാര കൊടുത്തിട്ട് പറഞ്ഞ്, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, 5 കാര്യങ്ങളാണ് ആ സമരിയക്കാരൻ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് അവനെ കണ്ട് മനസ്സലിഞ്ഞു. അതായത് അവൻ്റെ ഹൃദയത്തിൽ കാരുണ്യം ഉടലെടുത്തു. രണ്ടാമതായിട്ട് അടുത്ത് ചെന്ന് എണ്ണയും വീനുമൊഴിച്ചു അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. സമരിയക്കാരൻ അവനെ ശുശ്രൂഷിച്ചു. മൂന്നാമതായിട്ട് തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അവന് പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം വീണ്ടും കൂടുതൽ കരുതൽ നൽകുവാനായിട്ട് സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിക്കുകയാണ്. നാലാമതായിട്ട് സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ധനാറ കൊടുത്തിട്ട് സമരിയക്കാരന് പറയുകയാണ്, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതൽ ശുശ്രൂഷ ലഭിക്കുവാൻ വേണ്ടിയാണ് സമരിയക്കാരൻ 2 ധനാറ അധികമായിട്ട് സത്രം സൂക്ഷിപ്പുകാരനെ ഏൽപ്പിക്കുന്നത്. അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നു, സമരിയക്കാരൻ സത്രം സൂക്ഷിപ്പുകാരനോട് ഇപ്രകാരം പറയുന്നു, കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അതായത് ആ സമരിയക്കാരൻ വീണ്ടും തൻ്റെ മടക്കയാത്ര മധ്യേ ഈ സത്രത്തിൽ കയറും. ആ വ്യക്തിയുടെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു സമരിയക്കാരൻ അത്ഭുതം ജനിപ്പിക്കുന്നതാണ്. കാരണം ആ സമരിയക്കാരൻ തനിക്കുണ്ടായത് എല്ലാം തന്നെ ആ വ്യക്തിയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി നൽകി, അധികമായിട്ട് നൽകി. മാത്രമല്ല സമരിയക്കാരൻ വീണ്ടും വരികയാണ് ആ മുറിവേറ്റ വ്യക്തിയെ ശുശ്രൂഷിക്കുവാനായിട്ട്. ഇവിടെയാണ് ആ സമരിയക്കാരൻ നമുക്കെല്ലാവർക്കും ഒരു വെല്ലുവിളിയായിട്ട് നിലകൊള്ളുന്നത്. കാരണം അവൻ അവിടെ അധികമായിട്ട് നൽകി. ഹി ഡിഡ് ഈസ് മാക്സിമം. പലപ്പോഴും നമുക്ക് ആർക്കും തന്നെ ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ഇപ്രകാരമുള്ള സമരിയക്കാർ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ കണ്ടുമുട്ടുക വളരെ വിരളമാണ്. എന്നിരുന്നാലും പ്രളയത്തിൻ്റെ കാലത്തും കോവിഡ് എന്ന മഹാമാരിയുടെ കാലത്തും പ്രകൃതിക്ഷോഭത്തിൻ്റെ കാലത്തും നിരവധിയായിട്ടുള്ള സമരിയക്കാർ നമ്മൾ കണ്ടുമുട്ടുകയുണ്ടായി. പേരുകൾ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത സമരിയക്കാർ ഇന്ന് നമുക്ക് ചുറ്റും അവർ നിശബ്ദരായിട്ട് സേവനം ചെയ്യുന്നുണ്ട്. ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്
ഇപ്രകാരമുള്ള സമരിയക്കാരായി മാറുവാനാണ്. ഈശോ ഭൂമിയിലൂടെ ആ നിയമജ്ഞനെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുകയാണ്. ആരെയാണ് മാതൃകയാക്കേണ്ടത്? നല്ല സമരിയക്കാരനെയാണ് മാതൃകയാക്കേണ്ടത്. കാരണം അവൻ കരുണ കാണിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇപ്രകാരം കരുണ കാണിക്കുവാനാണ്. അതാണല്ലോ മറ്റൊരവസരത്തിൽ ഈശോ പറയുന്നത്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായി 9:13 നമ്മൾ വായിക്കുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഇവിടെ ഈശോ അർത്ഥമാക്കുന്നത് ബലി വേണ്ട എന്നല്ല, മറിച്ച് ബലിയെ കൂടുതൽ ശ്രേഷ്ഠമുള്ളതാക്കി മാറ്റുന്നത് കരുണയാണ്. നമ്മുടെ പ്രവൃത്തികൾ കാരുണ്യം നിറയട്ടെ. ആത്മാർത്ഥമായിട്ടൊരു പുഞ്ചിരി, മറ്റുള്ളവരെ സഹായിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ അവരെ സഹായിച്ചുകൊണ്ട്. ഓർക്കാം, നമ്മളും ചിലപ്പോൾ ഇപ്രകാരമുള്ള ജെറിക്കോ യാത്രവേളകളിൽ എണ്ണയും വീനും എല്ലാം നമുക്കും ആവശ്യമായി വന്നേക്കാം. അതിനാൽ നമ്മുടെ ഈ ജീവിതയാത്രയിൽ മുറിവേറ്റവരുടെ ജെറിക്കോയിലേക്ക് നമുക്കും പോകാം. ജാതി മതഭേദമന്യേ കാരുണ്യം പ്രദർശിപ്പിക്കാം. വിശ്വസാഹോദര്യത്തിൻ്റെ വക്താക്കളായിട്ട് മാറാം. നല്ല സമരിയക്കാരെ നമുക്ക് മാറാം. ഈശോയുടെ വാക്കുകൾ ഓർക്കാം, നീയും അതുപോലെ ചെയ്യുക. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.